ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ പി.വി. അൻവർ എം.എൽ.എ. അറസ്റ്റിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത അദ്ദേഹത്തെ പുലർച്ചെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീട പോരാട്ടത്തിൽ കണ്ണൂർ മുന്നേറ്റം തുടരുന്നു. തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. സംസ്ഥാനത്തെ എല്ലാ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്നതിന് സർവേ ഇന്ന് ആരംഭിക്കും. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് 4ാം സീസൺ സമാപിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ്സിയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. പുതിയ ജമ്മു റെയിൽവേ ഡിവിഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തെലങ്കാനയിലെ ചാർലപ്പള്ളി ന്യൂ ടെർമിനൽ സ്റ്റേഷന്റെ ഉദ്ഘാടനവും ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ രായഗഡ റെയിൽവേ ഡിവിഷൻ കെട്ടിടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്തതുമായി ബന്ധപ്പെട്ട് പി.വി. അൻവർ എം.എൽ.എയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 10 മണിയോടെ നിലമ്പൂർ ഒതായിയിലെ വീട്ടിൽ നിന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ അൻവറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. റിമാൻഡിലായ പി.വി. അൻവറിനെ പുലർച്ചെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കുറ്റിപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷമാണ് ജയിലിലെത്തിച്ചത്. ജയിലിലേക്ക് പ്രവേശിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അൻവർ മൌനം പാലിച്ചു. കേസിൽ അറസ്റ്റിലായ 4 ഡിഎംകെ പ്രവർത്തകരെയും തവനൂർ ജയിലിൽ എത്തിച്ചു. ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്ന് അൻവർ അറിയിച്ചു. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ പി.വി. അൻവർ 1ാം പ്രതിയാണ്. അൻവർ ഉൾപ്പെടെ 11 പ്രതികളാണുള്ളത്. കഴിഞ്ഞ ദിവസം കരുളായി ഉൾവനത്തിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മണി എന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത്. സമരക്കാർ ഓഫീസിന്റെ പൂട്ട് തകർത്ത് അകത്തുകയറി നാശനഷ്ടങ്ങളുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് നടപടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് ഭരണകൂട ഭീകരതയാണെന്ന് പി.വി. അൻവർ എം.എൽ.എ. കുറ്റപ്പെടുത്തി. അറസ്റ്റിലായതിന് പിന്നാലെയായിരുന്നു അൻവറിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ചെയ്തതെന്നും അൻവർ പറഞ്ഞു. പി.വി. അൻവർ എം.എൽ.എയുടെ അറസ്റ്റിലെ ഗവൺമെന്റിന്റെ ഉദ്ദേശ്യശുദ്ധി ശരിയല്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ എം.പി. പറഞ്ഞു. പൊതുമുതൽ നശിപ്പിച്ച കേസിന്റെ പേരിൽ പി.വി. അൻവറെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് അദ്ദേഹം കണ്ണൂരിൽ ചോദിച്ചു. പൊതുപ്രവർത്തകനും എം.എൽ.എയുമായ പി.വി. അൻവർ പിടികിട്ടാപ്പുള്ളിയല്ലെന്നും അറസ്റ്റിന് പോലീസ് അമിത വ്യഗ്രത കാണിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഐഎം സമ്മേളനവുമായി ബന്ധപ്പെട്ട് റോഡടച്ച് സ്റ്റേജ് കെട്ടിയപ്പോൾ അന്ന് കേസെടുക്കാൻ ആത്മാർത്ഥത കാണിക്കാത്ത പോലീസ് അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ വ്യഗ്രത കാണിച്ചതിന് പിന്നിലെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമാണെന്നും കെ. സുധാകരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീട പോരാട്ടത്തിൽ കണ്ണൂർ മുന്നേറ്റം തുടരുന്നു. തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. 2 ദിവസങ്ങളിലായി 118 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കണ്ണൂരിന് 449ഉം തൃശൂരിന് 448ഉം കോഴിക്കോടിന് 446ഉം പോയിന്റ് ലഭിച്ചു. സ്കൂളുകളിൽ 65 പോയിന്റുമായി തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് 1ാമത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മത്സരങ്ങൾ സമയബന്ധിതമായി അവസാനിച്ചു എന്നതായിരുന്നു സംസ്ഥാന കലോത്സവത്തിന്റെ 2ാം ദിനത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നലെ രാത്രി 10:30ഓടെ ഷെഡ്യൂൾ പ്രകാരമുള്ള മത്സരങ്ങൾ അവസാനിച്ചത് സംഘാടകർക്കും മത്സരാർത്ഥികൾക്കും ഒരുപോലെ ആശ്വാസമായി. വേദികളിലെല്ലാം മികച്ച ജനപങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. 3ാം ദിനമായ ഇന്ന് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടിയും ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ തിരുവാതിരയും അരങ്ങേറും. ജനപ്രിയ ഇനങ്ങളായ മിമിക്രി, ചവിട്ടുനാടകം, മോണോ ആക്ട്, മൂകാഭിനയം എന്നിവ വിവിധ വേദികളിലായി ഇന്ന് നടക്കും. പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്തകലാരൂപങ്ങളിൽ ഒന്നായ മലപുലയ ആട്ടം നിശാഗന്ധിയിൽ അരങ്ങേറും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്തെ ഭക്ഷണപ്പന്തൽ സന്ദർശിക്കും. കലോത്സവത്തിന്റെ ഭാഗമായി അറബിക്, സംസ്കൃത സെമിനാറുകളും പണ്ഡിത ആദരണവും മന്ത്രി വി. ശിവൻകുട്ടി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഫ്രഞ്ച് നാവിക കപ്പലുകളായ എഫ്.എസ്. ഫോബിനും എഫ്.എസ്. അൽസാസും കൊച്ചി തുറമുഖത്തെത്തി. ഇന്ത്യ ഫ്രാൻസ് നാവികസേനകൾ തമ്മിൽ പരസ്പര പ്രവർത്തനക്ഷമതയും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് സന്ദർശനം ഉപകരിക്കുമെന്നാണ് കരുതുന്നത്. ദക്ഷിണ മേഖലാ നാവിക കമാൻഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഫ്രഞ്ച് നാവിക കപ്പലുകളിലെ കമാൻഡിംഗ് ഓഫീസർമാർ ചർച്ച നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ, കാഷ്വൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം. പ്രായം 21നും 50നും മധ്യേ.
കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തു പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ്. ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദ പരിശോധനയും ഉണ്ടാകും. യോഗ്യത, അപേക്ഷാ ഫീ, അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് www.newsonair.gov.in ൽ വാക്കൻസീസ് വിഭാഗത്തിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ്, ആകാശവാണി, ബീച്ച് റോഡ്, കോഴിക്കോട് 673032 എന്ന വിലാസത്തിൽ ജനുവരി 15 വൈകിട്ട് 6 മണിക്കകം ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0495236626 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 ഉച്ചയ്ക്ക് 2 ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ എല്ലാ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്നതിന് സർവേ ഇന്ന് ആരംഭിക്കും. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് സർവേ. ഡെസ്ക് റിപ്പോർട്ട്. ജൈവമാലിന്യ പരിപാലനത്തിൽ പരമാവധി ഉറവിട സംസ്കരണം ഉറപ്പാക്കുക, സാധ്യമാകാത്ത സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി തലത്തിൽ ജൈവമാലിന്യ സംസ്കരണ സംവിധാനം സജ്ജീകരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ മാസം 12 വരെ വിവരശേഖരണം നടത്തുന്നത്. സംസ്ഥാനത്താകെ 1,50,000 പേർ വിവരശേഖരണത്തിന്റെ ഭാഗമാകും. ഹരിതകർമ്മസേന, കുടുംബശ്രീ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി ഓരോ വാർഡിലും 2 മുതൽ 3 വരെ സംഘങ്ങളായാണ് വിവരശേഖരണം നടത്തുന്നത്. അതത് കേന്ദ്രങ്ങളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിതമിത്രം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വിവരശേഖരണ പ്രവർത്തനങ്ങൾ നടക്കുക. ഹരിതമിത്രം ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാത്ത വീടുകളെയും സ്ഥാപനങ്ങളെയും ചേർക്കുന്ന പരിപാടിയും ഇതോടൊപ്പം നടത്തും. ബേപ്പൂരിലും ചാലിയത്തും കടലിലും ആകാശത്തും സാഹസികതയുടെയും വിനോദത്തിന്റെയും വിസ്മയ വിരുന്നൊരുക്കി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് 4ാം സീസൺ സമാപിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്നേഹത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും പേരായി ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് മാറിയതായി മന്ത്രി പറഞ്ഞു. വിശിഷ്ടാതിഥികൾക്കും വിവിധ സേനാ മേധാവികൾക്കും ചടങ്ങിൽ മന്ത്രി ഉപഹാരം സമ്മാനിച്ചു. വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സമാപന ചടങ്ങിന് മുന്നോടിയായി ബേപ്പൂർ തുറമുഖത്ത് നിന്നും ആരംഭിച്ച് സമാപന വേദിയായ മറീന ബീച്ചിൽ അവസാനിച്ച വർണ്ണശബളമായ ഘോഷയാത്രയിൽ മന്ത്രിയും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര ജലസാഹസിക കായിക ടൂറിസത്തിന്റെ ഭൂപടത്തിൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിനെ കൂടുതൽ അടയാളപ്പെടുത്തുന്നതായിരുന്നു 4ാം സീസൺ. കണ്ണൂർ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധഗ്രാമം 2ാംഘട്ട പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത കുറുന്തോട്ടിയിൽ 100 മേനി. 9 പഞ്ചായത്തുകളിലായി 100 ഏക്കറിലാണ് കുറുന്തോട്ടി കൃഷി ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കഴിഞ്ഞ ജൂലൈയിൽ മാടായിപ്പാറ തവരത്തടത്താണ് 2ാം ഘട്ട കുറുന്തോട്ടി കൃഷി ആരംഭിച്ചത്. കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തിൽ 20 ഏക്കർ വീതവും ഏഴോം ചെറുതാഴം പഞ്ചായത്തുകളിൽ 15 ഏക്കർ വീതവും പട്ടുവം, കല്യാശ്ശേരി, കണ്ണപുരം, കുഞ്ഞിമംഗലം പഞ്ചായത്തുകളിൽ 10 ഏക്കർ വീതവും മാടായി, ചെറുകുന്ന് പഞ്ചായത്തുകളിൽ 5 ഏക്കറിലുമാണ് പദ്ധതി നടപ്പാക്കിയത്. ഇതിനായി 32.5 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് അനുവദിച്ചത്. 97 കർഷകർ കുറുന്തോട്ടി കൃഷിയുടെ ഭാഗമായി. വിളവെടുത്ത കുറുന്തോട്ടിയും വിത്തും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ തൃശൂരിലെ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വഴി ഔഷധിയാണ് ശേഖരിക്കുന്നത്. വിളവെടുപ്പ് ഉത്സവം ഇന്ന് രാവിലെ ഏഴോം പാറമ്മലിൽ നടക്കുമെന്ന് M. വിജിൻ MLA അറിയിച്ചു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ പരാജയപ്പെടുത്തി. എതിരില്ലാത്ത 1 ഗോളിനാണ് ഡൽഹിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ജയം. ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റി FCയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ പെൺകുട്ടികളുടെ ഹാമർ ത്രോയിൽ കേരളത്തിന് വെങ്കലം ലഭിച്ചു. മലപ്പുറം ആലത്തിയൂർ HSSലെ സുഹൈമ നിലോഫറാണ് വെങ്കലം നേടിയത്. ജയ്പൂരിൽ നാളെ ആരംഭിക്കുന്ന 69ാമത് നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരളത്തിന്റെ പുരുഷ ടീമിനെ U. അബ്ദുൾ റഹീമും വനിതാ ടീമിനെ അശ്വതി രവീന്ദ്രനും നയിക്കും. ടീമിനെ സംസ്ഥാന വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ CK ഉസ്മാൻ ഹാജിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. അയിരൂർ കഥകളി ഗ്രാമത്തിലെ പമ്പ മണൽപ്പുറത്തെ വിദ്യാധിരാജ നഗറിൽ കഥകളി മേളയ്ക്ക് ഇന്ന് ആട്ടവിളക്ക് തെളിയും. പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 12 വരെ നടക്കുന്ന 18ാമത് കഥകളി മേളയിൽ എല്ലാ ദിവസവും മേജർ സെറ്റ് കഥകളിയും കഥകളി പാഠ്യകളരിയും നടക്കും. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നായി 100ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഥകളി പാഠ്യകളരിയിൽ പങ്കെടുക്കും. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ സന്നദ്ധാന സമ്മേളനം സമാപിച്ചു. പലസ്തീൻ അംബാസഡർ ഡോക്ടർ അബ്ദുൾ റസാഖ് അബു ജസർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 522 യുവ പണ്ഡിതർ ഫൈസി ബിരുദം സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ PV അൻവർ MLA അറസ്റ്റിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത അദ്ദേഹത്തെ പുലർച്ചെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീട പോരാട്ടത്തിൽ കണ്ണൂർ മുന്നേറ്റം തുടരുന്നു. തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. സംസ്ഥാനത്തെ എല്ലാ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്നതിന് സർവേ ഇന്ന് ആരംഭിക്കും. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് 4ാം സീസൺ സമാപിച്ചു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ പരാജയപ്പെടുത്തി.